ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മേളയ്ക്ക് അരങ്ങൊരുങ്ങി നാട്ടിൻപുറങ്ങളും. വീടുകളിലെ ടിവികൾക്കും ക്ലബ്ബുകളിലെ കൂട്ടായ്മകൾക്കും പുറമെ ചെറു തിയേറ്ററുകൾ വരെ ഒരുക്കിയാണ് ഫുട്ബോൾ പ്രേമികൾ മേളയെ വരവേൽക്കുന്നത്. ഒറ്റപ്പാലം ലക്കിടിയിലെ ഒരു കൂട്ടം ഫുട്ബോൾ ആരാധകർ കളി കാണാനായി ഒരുക്കിയത് ഒരു മിനി തിയേറ്റർ. ഒരേ സമയം 70-ലധികം പേർക്ക് ഇരുന്ന് കളി കാണാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലോകകപ്പിന് ഒരു മാസം മുമ്പേ ആരംഭിച്ചതാണ് ലക്കിടി കുരുടൻകുളം ഗ്രാമത്തിലെ ഇക്കാണുന്ന സംഘത്തിന്റെ ഫുട്ബോൾ ആവേശം. കുട്ടികളും യുവാക്കളും മുതിർന്നവരുമെല്ലാം സംഘത്തിൽ ഉൾപ്പെടും. 2002 മുതൽ എല്ലാ ലോകകപ്പ് കാലത്തും ഈ നാട് ഒന്നാകെ ഒത്തുകൂടും. ഫൈനൽ മത്സരം കഴിയുന്നതുവരെ ഒരുമിച്ചിരുന്ന് കളി കാണുവാൻ പ്രത്യേക സൗകര്യമൊരുക്കും. ഇത്തവണ അതൊന്ന് വിപുലീകരിച്ചു. 70-ലധികം പേർക്ക് ഒരുമിച്ചിരുന്ന് കളി കാണാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയത്. കവുങ്ങും ഉപയോഗം കഴിഞ്ഞ വലിയ ഫ്ലെക്സുകളും ടാർപ്പായുമെല്ലാം ഉപയോഗിച്ച് വലിയൊരു കൂടാരമൊരുക്കി. അതിനുള്ളിൽ വലിയ സ്ക്രീനും പ്രൊജക്ടറും സൗണ്ട് സിസ്റ്റവും ഫാനും ലൈറ്റുമെല്ലാം സജ്ജീകരിച്ചു. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്നിരുന്ന് കളി കാണാം. ഞങ്ങൾ 22 വർഷത്തോളമായി 2002 തുടങ്ങിയതാണ് ഇത്തരത്തിലുള്ള ഒരു മിനി തിയേറ്റർ രൂപീകരിച്ച് അതിൻ്റെ പ്രൊജക്ടറും സ്ക്രീനും എല്ലാം വെച്ച് 70-ഓളം ആളുകൾ ഒരേ സമയം വേൾഡ് കപ്പ് കാണാൻ രാത്രിയും പകലും ഏത് നേരത്താണോ കളി ആ നേരത്തെല്ലാം ഇവിടെ ആർക്ക് വേണമെങ്കിലും വന്ന് കളി കാണാനുള്ള അവസരം ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ചെറുപ്പക്കാർ എല്ലാവരും കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അർജന്റീന ഫാൻസ്, ബ്രസീൽ ഫാൻസ്, പോർച്ചുഗൽ ഫാൻസ്, ഇംഗ്ലണ്ട് ഫാൻസ് എല്ലാ ഫാൻസും ഇവിടെ നിലവിലുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള കൂട്ടായ്മ എല്ലാ കാലത്തും വേൾഡ് കപ്പ് ഉള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും ഇവിടെ ഉണ്ടാവും. ആർക്ക് വേണമെങ്കിലും ഏത് രാത്രിയിൽ വന്ന് കളി കാണാനുള്ള അവസരം ഇവിടെ ഉണ്ടാവും. എല്ലാവർക്കും നല്ല വേൾഡ് കപ്പ് ആശംസകൾ നേരുന്നു. പൊതുയിടങ്ങളിലെ ബിഗ് സ്ക്രീനുകളിലും വായനശാലകളിലും ക്ലബ്ബുകളിലുമെല്ലാം കളികളുടെ പ്രദർശനം നടക്കാറുണ്ട്. എന്നാൽ ഈ കൂട്ടായ്മയുടെ ഫുട്ബോൾ ആവേശം തെളിയിക്കുന്നതാണ് ഈ മിനി തിയേറ്റർ. ഇതിനുള്ള പണം മുഴുവൻ സജ്ജീകരിച്ചതും ഈ കാണുന്ന വിധത്തിൽ പണി പൂർത്തീകരിച്ചതും എല്ലാം ഇവർ തന്നെ കൈകോർത്താണ്. UTV ന്യൂസ്, പാലക്കാട്.